നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആണ്, ഹൗസ് ബാങ്ക് എന്ന് പറയും. ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മള് SAP-യിൽ പല ട്രാൻസാക്ഷൻസ് ഇപ്പൊ റെക്കോർഡ് ചെയ്തു, പല പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു, വെൻഡർക്ക് പൈസ കൊടുത്ത്, എക്സ്പെൻസ് പൈസ കൊടുത്ത്, എല്ലാവരും നമ്മൾ ക്യാഷ് ആണ് ഉപയോഗിച്ചത്, ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാള് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാതിരുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സെറ്റിംഗ് ചെയ്യാതിരുന്നത്. സോ ഹൗസ് ബാങ്ക് എന്നുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സിമ്പിൾ സെൻസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൗസ് ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് പല ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടാവും. ആ ബാങ്ക് അക്കൗണ്ടുകളെയാണ് ഹൗസ് ബാങ്ക് എന്ന് SAP-യിൽ പറയുന്നത്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളപ്പോൾ അതിന് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടാവും, IFSC കോഡ് ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ബാങ്കായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അത് തന്നെ നമ്മൾ SAP-യിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കണം. ഇപ്പൊ നമ്മുടെ ബാങ്ക് SBI ബാങ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ SBI എന്നുള്ള പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം. സാധാരണ ഒരു ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുന്ന പോലുള്ള കോൺഫിഗറേഷൻ ആണ്, പക്ഷെ എക്സ്ട്രാ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യണം. മെയിൻ ആയിട്ട് ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യം G005 എന്നുള്ള കോഡ് വേണം യൂസ് ചെയ്യാൻ. സാധാരണ G001, പിന്നെ വെൻഡറിൽ G067 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് ആണെങ്കിൽ G005 യൂസ് ചെയ്യണം. ആദ്യം അപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, ഇനി അഫ്സലിന്റെ ബാച്ച് കാർഡ് ഒന്ന് എടുക്കും. അല്ലല്ല, ബാച്ച് കാർഡ് വേണം. അത് കഴിഞ്ഞിട്ട് തുടങ്ങും. അഫ്സൽ വന്നിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ FS00 ലെഡ്ജർ ഉണ്ടാക്കാൻ പോകും. ബാങ്ക് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. FS00 ഈ ഒരു വിൻഡോയിൽ നിൽക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അസറ്റിന്റെ അണ്ടറിലാണ് ബാങ്ക് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാ സോഫ്റ്റ്വെയറിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സ്വത്താണ് ബാങ്ക്. അപ്പോൾ കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ 2504 വരെ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് 2505 എന്ന് പറഞ്ഞ കോഡിൽ ഉണ്ടാക്കാനായിട്ട് പോകും. SBI ബാങ്ക് എന്നുള്ള പേരിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ലെഡ്ജർ ഉണ്ടാക്കുന്ന സെറ്റിംഗ് തന്നെയാണ് ഇതിലുള്ളത്. ഇനി ഈ കൺട്രോൾ ഡാറ്റയിൽ പോകുമ്പോൾ ഓക്കെ, ഷോർട്ട് കീ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഷോർട്ട് കീ നമുക്ക് വെക്കേണ്ടത് 002
ഇതിൽ പറഞ്ഞ 002 ആണ്. ഇതിപ്പോ 001 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് വൈസ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇഷ്യൂസ് ഇല്ല. 001 തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G005, പിന്നെ റെലവെന്റ് ക്യാഷ് ഫ്ലോ ടിക്ക് ചെയ്ത് വെക്കാം. ഇന്നെന്ത് പറ്റി? ഇന്നെന്ത് പറ്റിയത്? നിങ്ങൾ വൈകുന്നോണ്ടാണ് സമയം നീട്ടിയത്. അതായത് ഇപ്പോ ഇന്നെടുക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് ആണ്. അതായത് നമ്മൾ ഇത്ര നാള് പൈസ കൊടുത്തത് ക്യാഷ് വെച്ചിട്ടാണ്, ബാങ്ക് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബാങ്ക് ലെഡ്ജർ ഉണ്ടാക്കുന്നു. അവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. സാധാരണ ഒരു അസറ്റിന്റെ അണ്ടറിൽ ലെഡ്ജർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. പേര് ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുത്തു. പിന്നെ സെക്കൻഡ് പേജിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ലൈൻ ഐറ്റം ഡിസ്പ്ലേ, ഷോർട്ട് കീ, ബാലൻസ് ഇൻ ലോക്കൽ കറൻസി, അത്രയും കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ അത് രണ്ട് നോർമൽ പ്രൊസീജിയർ ആണ്. ഇനി ലാസ്റ്റ് ടാബിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് സാധാരണ G001, G067 അത് രണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക് ആണെങ്കിൽ അതിന്റെ സെറ്റിംഗ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ G005 എന്ന് പറയുന്ന കോഡിന്റെ അകത്താണ് അതിന്റെ സെറ്റിംഗ്സ് ഉള്ളത്. അപ്പോൾ G005 വെക്കാം. പിന്നെ എക്സ്ട്രാ റെലവെന്റ് ടു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അതും കൂടുതൽ ടിക്ക് ചെയ്യുക. കാരണം ക്യാഷ് ഇങ്ങനെ വരും പോകും, അങ്ങനെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ നടക്കാൻ സാധ്യത ഉള്ള ഒരു അക്കൗണ്ട് ആണ്. സോ ആ ഒരു ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. ഇനി അത് സേവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഹൗസ് ബാങ്ക് ഡെഫിനിഷൻ. ഇവിടെയാണ് നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ടി കോഡ് FI12 എന്ന് പറയുന്ന ടി കോഡാണ്. കഴിഞ്ഞത് FS00, ഇത് FI12. ഈ FI12 /FI12 ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കമ്പനി കോഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. FI12 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ഇതായിരിക്കും. ഇവിടെ സ്പെസിഫൈ കമ്പനി കോഡ്, അത് കഴിഞ്ഞ് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഹൗസ് ബാങ്ക് ഡെഫിനിഷൻ എന്നുള്ള ഒരു വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. സാധാരണ CBയിൽ ചെയ്യുന്ന പോലെ എന്തും പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ന്യൂ എൻട്രീസ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. പുതിയൊരു ബ്ലാങ്ക് പേജ് വരും. SAPയിലെല്ലാം കോഡാണ്. ഇവിടെ ഹൗസ് ബാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് SAPയിൽ ഒരു കോഡ് വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എളുപ്പമുള്ള കോഡ് കൊടുക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ എന്റെ കമ്പനി കോഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ TTMR എന്നുള്ളതാണ് എന്റെ കമ്പനി കോഡ്. അപ്പൊ അത് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. വേറെ കോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ കോഡ് കൊടുക്കുക, പക്ഷെ എഴുതി വെക്കണം എവിടെയെങ്കിലും. ഇനി ബാങ്ക് കൺട്രി എന്ന് പറയുന്ന ഒരു ഫീൽഡ് കിടപ്പുണ്ട്. അതില് ഇന്ത്യ എന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡാണ്. ഈ ബാങ്ക് കീയിലാണ് ബാങ്കിന്റെ അഡ്രസ്, ഏത് ബ്രാഞ്ചാണ്,
അങ്ങനെയുള്ള പിൻ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതും ഒരു കോഡ് വെച്ചിട്ടാണ് SAP കൊടുക്കേണ്ടത്. അപ്പൊ തൽക്കാലം അത് മറ്റുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ബാങ്ക് കീസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യ എന്നുള്ള കൺട്രി കൊടുത്ത് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കണ്ട, അതായത് ബാങ്കിന്റെ പേര്, പിന്നെ സിറ്റി, ബ്രാഞ്ച്, സ്വിഫ്റ്റ് കോഡ്, അങ്ങനെ കുറെ കോഡുകളൊക്കെ നമുക്ക് കാണാം. ഇതേപോലെ നമ്മളുടെ ബാങ്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തൽക്കാലം ബാങ്ക് കീയും ഞാനൊരു കോഡാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ ഹൗസ് ബാങ്കിന്റെ കോഡ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കേണ്ടത് കൺട്രി കോഡ് കൊടുക്കണം. ഈ ഒരു ബാങ്ക് കീ കോഡും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ക്രിയേറ്റ്. ഇനി ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ കൊടുത്ത ബാങ്ക് കീ അതിവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ബാങ്കിന്റെ പേര്, റീജിയൻ, സ്ട്രീറ്റ്, ബ്രാഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സ്വിഫ്റ്റ് കോഡ് എന്നൊക്കെ പറയുന്നത് ബാങ്കായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ കോഡാണ്. നമുക്ക് ഇവിടെ IFSC കോഡ് ഉള്ളതുപോലെ അത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കോഡാണ്. ഇന്റർനാഷണൽ ഉള്ള ഒരു കോഡാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിലവിൽ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ബാങ്കിന്റെ പേരെങ്കിലും കൊടുക്കുക. തൽക്കാലം SBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. റീജിയൻ, ഇന്ത്യയിലെ ഒരു റീജിയൻ കൊടുക്കുക. ഇന്ത്യയിലെ കേരള കിടപ്പുണ്ട്, അപ്പൊ കേരള കൊടുത്തു. പിന്നെ സ്ട്രീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ്. എന്തെങ്കിലും ഡാറ്റ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഈ വിൻഡോന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഡാറ്റ സേവ് ആയി. ഇനി ഇത് സേവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പെയിനില് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഫോൾഡർ കിടപ്പുണ്ടാവും. ആ ഒരു ഫോൾഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സൈഡിൽ ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ബാങ്ക് അക്കൗണ്ട്സ് ഫോൾഡർ. ഓക്കെ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇതും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ആയിരിക്കും. ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ പുതിയ ഡാറ്റ ആഡ് ചെയ്യാൻ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ന്യൂ എൻട്രീസ്. അതായത് ഇവിടെ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ഒരു അക്കൗണ്ട് ID കോഡും കൊടുക്കണം. അക്കൗണ്ട് ID എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ഒരു 10 ഡിജിറ്റ് ഉള്ള നമ്പർ ആയിരിക്കും. പക്ഷെ അത് SAP-യിൽ അതൊരു 4 ഡിജിറ്റ് ഉള്ള കോഡായിട്ട് ചുരുക്കും അവര്. അപ്പൊ അതും ഓർക്കാൻ എളുപ്പമുള്ള എന്തെങ്കിലും ഒരു കോഡ് കൊടുക്കുക. ഇനി ഡിസ്ക്രിപ്ഷൻ SBI കറണ്ട് അക്കൗണ്ട്, അതായത് സേവിങ്സ് ബാങ്ക് അല്ല കറണ്ട് അക്കൗണ്ട് ആണെന്നുള്ള രീതിയിൽ കറണ്ട് അക്കൗണ്ട് ആണ്, ബിസിനസ് അക്കൗണ്ട് ആണ്. പിന്നെ അക്കൗണ്ട് ID പുതിയതായിട്ട് കൊടുത്തതാണ്. ഇനി ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറൻസിയും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈഡില് GL എന്ന് പറഞ്ഞൊരു ഫീൽഡ് കിടപ്പുണ്ട്. GL ആണ് അക്കൗണ്ട്, ലെഡ്ജർ അക്കൗണ്ട്. കുറച്ച് മുമ്പ് FS00 ഒരു ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ആ ഒരു ലെഡ്ജർ അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്യണം.
അപ്പൊ അതിനായിട്ടാണ് ഇവിടെ ഈ GL എന്നുള്ള സ്പേസിൽ ഒന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ കമ്പനിയിലെ ബാങ്ക് അക്കൗണ്ട് ലെഡ്ജറിനെ ഇതിന്റെ അകത്തേക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ, SBI ബാങ്ക്. ആ ലെഡ്ജർ ഒന്ന് ലിങ്ക് ചെയ്യാം. വേറെ കാര്യങ്ങളൊന്നുമില്ല, ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി പേജ് ഒന്ന് സേവ് ചെയ്താൽ മതി. ഓക്കെ, ഇതിലപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 ഡാറ്റ ഇവിടെ കൊടുക്കണം. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു കാര്യം, ഇത് ബാങ്ക് അക്കൗണ്ട് ആണ്. ഒരു ബാങ്ക് ലെഡ്ജർ ആണ്. ഇത് പുതിയൊരു കോഡാണ് കൊടുത്തത്. അക്കൗണ്ട് ID എന്ന് പറയുന്നത് പുതിയ കോഡാണ്. ഓക്കെ, അതപ്പോ ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. ഇതേ കോഡ് തന്നെ കൊടുക്കണമെന്നില്ല. കോഡൊക്കെ കൊടുക്കുന്നത് നിങ്ങളാണ്, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. സോ സേവ് ദ സ്ക്രീൻ. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രാൻസ്പോർട്ട് IBAN എന്ന് പറഞ്ഞ ഒരു നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ IBAN എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബാങ്കിങ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന ഒരു കോഡാണ്. എല്ലാ കമ്പനിയിലും എല്ലാ ബാങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. പക്ഷെ നമ്മുടെ സെർവർ നെറ്റ് ആയിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇതൊരു ഡമ്മി സെർവറാണ്. അപ്പൊ ഇതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഇത് യെസ് കൊടുത്തു കഴിയുമ്പോൾ ഈ ബാങ്കിന്റെ IFSC കോഡ് പോലുള്ള ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവും. നമ്മളിപ്പോ ഇത് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ആവില്ല. ഡമ്മി സെർവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇതില് നോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ഡയറക്റ്റ് സേവ് ആവും, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അത് സേവ് ആയി. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ തീർന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ലെഡ്ജർ ആയിട്ട് ലിങ്ക് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇന്ന അക്കൗണ്ട് നമ്പറിലാണ് ആ ബാങ്ക് അക്കൗണ്ട്, അത് കറണ്ട് അക്കൗണ്ട് ആണ്, ഈ ഒരു സ്ഥലത്തെ ബ്രാഞ്ചിലെ അക്കൗണ്ട് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പേജിൽ ഇവിടെ നോക്കി, അതായത് ഇവിടെ ബാങ്ക് അക്കൗണ്ടിനെ ലെഡ്ജർ ആയിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇനി എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണം. ലെഡ്ജറിനെ ബാങ്ക് അക്കൗണ്ട് ആയിട്ടും കൂടി ലിങ്ക് ചെയ്യണം. അങ്ങനെ 2 സൈഡിലുള്ള അസൈൻമെന്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ടാണ് FS00 പോവാം. FS00 കറണ്ട് അസറ്റില് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ജസ്റ്റ് അതിനെ കണ്ടുപിടിക്കുക, ചേഞ്ച് മോഡിൽ എടുക്കുക. ചേഞ്ച് മോഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾ ഡാറ്റയിൽ ഓക്കെ അല്ല, ഈ ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റില് ഇവിടെ ഹൗസ് ബാങ്കും അക്കൗണ്ട് ID എന്നുള്ള 2 ഫീൽഡ് കാണാൻ പറ്റും. ഈ ഹൗസ് ബാങ്കും അക്കൗണ്ട് ID ആണ് കഴിഞ്ഞ സ്റ്റെപ്പിൽ FY12 നമ്മൾ ഉണ്ടാക്കി വെച്ചത്. ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ എന്റെ കമ്പനി കോഡ് തന്നെ കൊടുത്തത്. നിങ്ങൾ ഡിഫറെന്റ് കോഡാണ് കൊടുത്തെങ്കിൽ ആ കോഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി ആ കോഡ് തന്നെ ഉണ്ടോന്ന് അറിയാനായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കണ്ടുപിടി ഇങ്ങനെ വരും. അതായത് കമ്പനി കോഡായിട്ട് ലിങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ TTMR വരുന്നുണ്ട്. ഇനി അക്കൗണ്ട് ID സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതും കറണ്ട് അക്കൗണ്ട് ആണ്. അക്കൗണ്ട് നമ്പർ ഒക്കെ ഈ ഒരു കോഡിന്റെ അകത്താണ്. അപ്പൊ ഹൗസ് ബാങ്കും അക്കൗണ്ട് ID ഇവിടെ ഇങ്ങനെ കൊടുത്തു.
റെലവെന്റ് ടു ക്യാഷ് ഫ്ലോ ഓൾറെഡി നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ FS00 വരുമ്പോൾ ഈ ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ പോവുക, ഹൗസ് ബാങ്കും അക്കൗണ്ട് ID മാത്രം കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അതിപ്പോ സേവ് ആയി. ഇനി കമ്പനിയിൽ ആവശ്യമുള്ളത് ചിലപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചില കമ്പനീസ് ചെക്ക് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എല്ലാ കമ്പനിക്കും ഒരു ചെക്ക് ബുക്ക് ഉണ്ടാവും. ഒരു ചെക്ക് ബുക്കിൽ ഇത്ര ലീഫുകൾ ഉണ്ടാവും. ചിലപ്പോൾ 10 ലീഫായിരിക്കും, 100 ലീഫായിരിക്കും. അങ്ങനെയുള്ള ഒരു ചെക്ക് ബുക്ക് എല്ലാ കമ്പനിയിലും ഉണ്ടാവും. അതിനെയാണ് ചെക്ക് ലോട്ട് എന്ന് SAP പറയുന്നത്. അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ട്രാൻസാക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ക്രിയേറ്റ് ചെക്ക് ലോട്ട്. FCHI. ഓക്കെ, ഇതാണ് FCHI അല്ലെങ്കിൽ ചെക്ക് ലോട്ട് വിൻഡോ. ഇതിൽ കമ്പനി കോഡ് കൊടുക്കുക, ഹൗസ് ബാങ്കിന്റെ കോഡ്, അക്കൗണ്ട് ID. ഇതെല്ലാം ഒരേ കോഡാണെങ്കിൽ എളുപ്പമാണ്, ഓർത്ത് വെക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചേഞ്ച് എന്ന് പറയുന്ന ബട്ടൺ കിടപ്പുണ്ട്. ആ ബട്ടനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പേനയുടെ സിമ്പിളോട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതായത് ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചെക്കിന്റെ ഇൻഫോർമേഷൻ ആഡ് ചെയ്യാനായിട്ട് പോകും. ക്ലിക്ക് ചേഞ്ച്. അതായത് ഈ ചേഞ്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചെക്ക് ബുക്ക് ക്രിയേഷൻ പേജിലേക്ക് വരും. ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ കിടപ്പുണ്ടാവും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പേജിന്റെ സിമ്പിൾ ആണ് ക്രിയേറ്റ്. ഓക്കെ, അപ്പൊ സിസ്റ്റം ചോദിക്കും ഒരു ലോട്ട് നമ്പർ എന്താണ്. അതായത് ഓരോ ചെക്ക് ബുക്കിനും നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കാം. ഇപ്പൊ 001, 002 അങ്ങനെ അങ്ങനെ, അല്ലെങ്കിൽ നമ്പർ കൊടുക്കാൻ പറ്റും, നമ്പർ നൽകും. അപ്പോൾ നമ്പർ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ തൽക്കാലം ലോട്ട് നമ്പർ ഞാനിപ്പോ 001 എന്ന് കൊടുക്കുകയാണ്. അതായത് ആദ്യത്തെ ബുക്കാണ്, ആദ്യത്തെ ചെക്ക് ബുക്ക് 001. ഇനി ഫസ്റ്റ് ചെക്ക് നമ്പർ 001, ലാസ്റ്റ് ചെക്ക് നമ്പർ 100. അതായത് ഈ 001 എന്നുള്ള ചെക്ക് ബുക്കില് ആദ്യത്തെ ചെക്ക് ലീഫിന്റെ നമ്പർ 001, രണ്ടാമത്തെ ചെക്ക് ലീഫിന്റെ നമ്പർ 002, 003, അങ്ങനെ 100 വരെയുള്ള ചെക്ക് ലീഫുകൾ അടങ്ങുന്ന ഒരു ചെക്ക് ബുക്കാണ് 001 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഷോർട്ട് ഇൻഫോ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ചെക്ക് ബുക്ക് എന്ന് കൊടുക്കാം. പർച്ചേസ് ഡേറ്റ് എന്നാണ് ആ ചെക്ക് ബുക്ക് നമ്മളുടെ കയ്യിൽ കിട്ടിയത്, ആ ഡേറ്റ്. പർച്ചേസ് ഡേറ്റ് കൊടുത്തില്ലെങ്കിലും അത് ഓപ്ഷനിലാണ്, സിസ്റ്റം തന്നെ ഫില്ല് ചെയ്ത് പോകും. ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എൻ്റർ കീ പ്രസ് ചെയ്യുക.
ആ ചെക്ക് ലീഫ് അവിടെ ഫിൽ ആയി കഴിഞ്ഞു. ഇനി ഈ സ്ക്രീൻ ഒന്നും കൂടി ഒന്ന് സേവ് ചെയ്യാം. സേവ് ദ സ്ക്രീൻ. ഓക്കെ, അപ്പൊ ചെക്ക് നമ്പേഴ്സ് അവിടെ സേവ് ആയി എന്നുള്ള മെസ്സേജ് വന്നു. അങ്ങനെ ആ ബാങ്കിന്റെ കോൺഫിഗറേഷൻ എത്ര, അതായത് സാധാരണ ഒരു ലെഡ്ജർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ ഇതിലായി ഒരു FI12 എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നുണ്ട്. അവിടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ്, പിന്നെ ബാങ്കിന്റെ ബ്രാഞ്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമുള്ള ഒരു ഡിഫറൻസ് ആയിട്ടുള്ളത്. പിന്നെ ഇതും ഒരു വ്യത്യാസമുണ്ട്, ഒരു ചെക്ക് നമ്പർ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ട്രാൻസാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു വെൻഡറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് നോക്കാം. -43 ജനറേറ്റ് ഇൻവോയ്സ്. ട്രാൻസാക്ഷൻ ഇങ്ങനെ വെക്കാം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം വെൻഡർ ടു ₹4,10,000. ഓക്കെ, F-43 അപ്പൊ ഇത് നോർമൽ പ്രൊസീജിയർ ആണ്. കുറെ നാൾ മുമ്പ് നമ്മൾ, അല്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ F-43 ചെയ്തിട്ടുണ്ട്. പഴയ നോട്ടൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് /F-43 പോകും. ഡേറ്റ് ഒന്ന് കൊടുക്കുക. Vendor to 10,000. ഡെബിറ്റില് പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. നോർമൽ ട്രാൻസാക്ഷൻ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വെൻഡർ ക്രെഡിറ്റും പർച്ചേസ് ഡെബിറ്റും വരും. നെക്സ്റ്റ് വെൻഡർക്ക് പൈസ കൊടുക്കണം. ഇവിടെ നമ്മൾ പൈസ കൊടുക്കാൻ പോകുന്നത് ബാങ്ക് വഴിയാണ് പൈസ കൊടുക്കുന്നത്. ഇനി ചെക്കാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതായത് വെൻഡർക്ക് പൈസ കൊടുക്കുന്നു, ചെക്ക് വഴിയാണ് വെൻഡർ പേയ്മെന്റ് ചെയ്യുന്നത്. പേയ്മെന്റ് F-53. അതിലെ ട്രാൻസാക്ഷൻ പെയ്ഡ് വെൻഡർ ടു ബൈ ഇഷ്യൂയിങ് ചെക്ക് നമ്പർ 001. വെൻഡർക്ക് 001 എന്നുള്ള ചെക്കാണ് കൊടുക്കുന്നത്. ആ ചെക്ക് കൊടുത്തിട്ടാണ് വെൻഡറിനെ സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ ജേണൽ എൻട്രി വരുന്നത് വെൻഡർ ടു 10,000 ടു ബാങ്ക്. ഇതാണ് വരേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി F-53 ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതും നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. പഴയ നോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ F-53 പോകുമ്പോൾ -53 ഡേറ്റ് കൊടുത്തു, വെൻഡർ പേയ്മെന്റ്. ഓക്കെ, ഇനി അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ SBI ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊരു വ്യത്യാസമുണ്ട്. എമൗണ്ട് എത്രയാണ് കൊടുക്കുന്നത്? 10,000. ടെക്സ്റ്റ് വെൻഡർ അക്കൗണ്ട്.
അപ്പൊ ഇതില് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബാങ്ക് ഡാറ്റ എന്ന് പറഞ്ഞ ഏരിയയിൽ വന്നിട്ടുള്ള സാധാരണ ക്യാഷ് ആണ് കൊടുത്തിരുന്നത്. ഇവിടെ SBI ലെഡ്ജർ വെക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെ. പിന്നെ താഴെ ഇത് വെൻഡറാണ്, ഏത് വെൻഡർക്കാണ് പൈസ കൊടുക്കുന്നത്. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യാം, സേവ് ചെയ്യാം. അതായത് ഇവിടുന്ന് എൻ്റർ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സിസ്റ്റം പറയുന്നത് ആ ഒരു ബിസിനസ് ഏരിയ റിക്വയർഡ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ബിസിനസ് ഏരിയ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബിസിനസ് ഏരിയ എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് യൂസ് ചെയ്യുക. ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും കമ്പനി കോൺഫിഗറേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു OX03 എന്ന് പറയുന്ന കീ കോഡിലാണ് അത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോ അതുണ്ടെങ്കിൽ ആ കോഡ് കൊടുക്കുക. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇതിലുള്ള ഏതെങ്കിലും ബിസിനസ് ഏരിയ കൊടുത്താലും കുഴപ്പമില്ല. അതായത് ഈ ചെന്നൈ, ബാംഗ്ലൂർ ഏത് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ബിസിനസ് ഏരിയ അവിടെ ഉണ്ടായാൽ മതി. ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യാം. അവിടെ സാധാരണ ബിൽ വിൻഡോയിൽ വരുന്ന പോലെ വിൻഡോയിലേക്ക് പോകുമ്പോൾ നമുക്ക് സേവ് ചെയ്യാം. അതാണ് എൻ്റർ കീ പ്രസ് ചെയ്യുക, സേവ് ചെയ്യുക. അങ്ങനെ ഡോക്യുമെന്റ് പോസ്റ്റഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അതോടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ നമ്മളിപ്പോൾ കൊടുത്തത് ആസ് പെർ ട്രാൻസാക്ഷൻ നമ്മൾ വെൻഡർക്ക് 001 എന്നുള്ള ചെക്കാണ് കൊടുത്തത്. നമ്മളിപ്പോ സാധാരണ ചെയ്യുന്ന പോലെ വെറുതെ പേയ്മെന്റ് ചെയ്തോളൂ. അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു ട്രാൻസാക്ഷൻ കൂടി, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ഇവിടെ വരും. ഓക്കെ, അതാണ് ഇത് മാനുവൽ ചെക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിലാണ് നമ്മളിപ്പോ സേവ് ചെയ്തപ്പോ ഇങ്ങനൊരു മെസ്സേജാണ് വന്നത്. ഡോക്യുമെന്റ് 2011, എന്റെ കമ്പനിയിൽ 2011 ഡോക്യുമെന്റ് ത്രൂ ആണ് വെൻഡർ ടു ബാങ്ക് എന്ന് പറയുന്ന ജേണൽ എൻട്രി റെക്കോർഡായത്. ഇനി ഈ ഒരു ഡോക്യുമെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ആണ് ആ ഒരു ചെക്ക് 001 കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ 2011 ചെക്ക് 001 ആയിട്ട് ലിങ്ക് ചെയ്യാൻ പോകും. ഓക്കെ, അതാണ് നമുക്ക് മാനുവൽ ചെക്ക് പേയ്മെന്റ് എന്നുള്ള സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, FCH5/NFCH5 ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇത് ക്രിയേറ്റ് ചെക്ക് ഇൻഫോർമേഷനിൽ ഇവിടെ 2011 എന്നുള്ള നമ്പർ ഓൾറെഡി ഫില്ലായി കിടപ്പുണ്ട്. ഈ 2011 നേരത്തെ കാണിച്ച പേയ്മെന്റ് ഡോക്യുമെന്റ് നമ്പർ ആണ് 2011. ഇനി 2011 പേയ്മെന്റ് ചെയ്യാനായിട്ട് ഏത് ചെക്കാണ് കൊടുത്തത്? 001 എന്നുള്ള ചെക്കാണ് കൊടുത്തത്. അപ്പൊ അവിടെ 001 എന്നുള്ള ചെക്ക് നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് പ്രീവിയസ് ഡോക്യുമെന്റ് നമ്പർ ആണ്. നേരത്തെ ഡോക്യുമെന്റ് നമ്പർ. ഇനി ചെക്ക് നമ്പർ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളായിട്ട് ടൈപ്പ് ചെയ്യണം, അല്ലാതെ സിസ്റ്റം ഫില്ല് ചെയ്ത് തരില്ല. ഏത് ചെക്കാണ് കൊടുക്കുന്നതെന്ന് നമ്മൾക്കേ അറിയുള്ളൂ, സിസ്റ്റത്തിന് അറിയില്ല. ഏത് പേയ്മെന്റ് ആണെന്ന് സിസ്റ്റം നമ്മളെ സഹായിക്കാനായിട്ട് ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ഇനി ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ കിടപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്താലും മതി. ആ ഒരു അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ ആർക്കാണ് കൊടുത്തത്, ചെക്ക് കൊടുത്തത്, ആരുടെ പേരിലാണ് ആ ചെക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ള ഇൻഫോർമേഷൻ ഇവിടെ ഫില്ലായി കിടപ്പുണ്ടാവും. ഇനി ഇതിൽ കൊടുക്കേണ്ടത് സിറ്റി കോഡ് അല്ലെങ്കിൽ സിറ്റി കൊടുക്കാം. അത് മാത്രം റിക്വയർഡ് ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അതായത് ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക.
ഇനി ഇതില് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്യാം. ഫിൽ ഇൻ റിക്വയർഡ് ഫീൽഡ്സ് ആൻഡ് സേവ്. ഓക്കെ, അതായത് ഈ സ്ക്രീനിൽ ഈ സിറ്റി എന്നുള്ളത് റിക്വയർഡ് ആയിരുന്നു. ഒരു കമ്പനിയിലാവുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. നമ്മുടെ പേയ്മെന്റ് ഡോക്യുമെന്റും ചെക്കായിട്ട് ലിങ്ക് ആയി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് മാനുവൽ. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടിയാണ് കേട്ടോ. ഇതാണ് ചെക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് ബുക്കിന്റെ ഒരു രേഖ, അല്ലെങ്കിൽ ആർക്കൊക്കെ ചെക്ക് കൊടുത്തു എന്നുള്ളതിന്റെ ഒരു രേഖ പരിശോധിക്കാനായിട്ടാണ് ഈ ചെക്ക് രജിസ്റ്റർ. അതായത് ഇപ്പൊ നമ്മൾ ലെഡ്ജറിന്റെ റിപ്പോർട്ട് എടുക്കാനായിട്ട് FBL 3N ഉണ്ട്, വെൻഡർ ആണെങ്കിൽ FBL 1N ഉണ്ട്, ചെക്ക് ആണെങ്കിൽ FCHEN എന്ന് പറയുന്നത് ഈ കോഡാണ്. ചെക്ക് രജിസ്റ്റർ എടുത്തൊന്ന് നോക്കാം. അതായത് ഇപ്പൊ /FCHN, FCHN കമ്പനി കോഡ്, അക്കൗണ്ട് ID ഇതൊക്കെ സെയിം കോഡാണെങ്കിൽ ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത്രയും കാര്യം കൊടുത്തിട്ട് ഇവിടെ സൈഡിൽ എക്സിക്യൂട്ട് എന്നുള്ള ബട്ടൺ കിടപ്പുണ്ടാവും. ആ ഗ്രീൻ കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന റിസൾട്ട് ഒരു ചെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, വെൻഡർ 2-നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിലായിരിക്കും റിപ്പോർട്ടിൽ കാണുന്നത്. ഇതുപോലെ 10,000-ന്റെ ഒരു ചെക്ക് വെൻഡർ 2-ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സെർവറിൽ ഇപ്പൊ കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു എൻകാഷ്മെന്റ് അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. എൻകാഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ചെക്ക് കൊടുത്തത് ഇപ്പോ 11-ാം തീയതി, ഇത് വെൻഡർ 2 ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 12 ആകാം, 13 ആകാം, 14 ആവാം. അയാൾക്ക് എന്താണ് തോന്നുന്നത് അന്ന് കൊണ്ടുപോയായിരിക്കും അയാൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റുന്നത്. അതാണ് എൻകാഷ്മെന്റ് ഓർ വോയിഡ് എന്ന് പറയുന്നത്. ചിലപ്പോ സബ്മിറ്റ് ചെയ്യുന്ന ചെക്ക് ബൗൺസ് ആയി പോകാം, അപ്പോഴാണ് വോയിഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ആയി മാറുകയാണെങ്കിൽ അതിന് എൻകാഷ്മെന്റ് ഡേറ്റ് എന്ന് പറയും. അതുകൊണ്ടാണ് എൻകാഷ്മെന്റ്/വോയിഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉള്ളത്. ഓക്കെ, അപ്ഡേറ്റ് എൻകാഷ്മെന്റ് ഡേറ്റ്. FCH6/FCH6 പോവാം. ഏത് ചെക്കാണ്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഫില്ലായി കിടപ്പുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്താൽ മതി. എന്റർ കീ പ്രസ് ചെയ്തിട്ട് ആകെ കൊടുക്കേണ്ടത് എന്ന് ഈ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ആയി. ഇവിടെ ഇപ്പോ ഞാൻ അസ്യൂം ചെയ്യുന്നത് 11-ാം തീയതി കൊടുത്ത ചെക്ക് അന്ന് തന്നെ അയാൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റി. അതുകൊണ്ടാണ് എൻകാഷ്മെന്റ് ഡേറ്റ് ഇതിങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യും. ഇതിൽ ഈ ഒരു എൻകാഷ്മെന്റ് ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെക്ക് രജിസ്റ്റർ എടുത്ത് നോക്കാം. ചെക്ക് രജിസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ പറയുന്ന പോലെ എൻകാഷ്മെന്റ് ഡേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവിടെ CHN നിലവിലെ റിപ്പോർട്ട് നോക്കുമ്പോൾ ഇവിടെ കണ്ടോ ഈ എൻകാഷ്മെന്റ് എന്ന് പറയുന്ന ഡേറ്റ് അല്ലെങ്കിൽ കോളം ബ്ലാങ്ക് ആയിരിക്കും. ഇതൊന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിഫ്രഷ് ഓപ്ഷൻ ഇല്ല, ബാക്കിലേക്ക് പോവാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻകാഷ്മെന്റ് ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. 11/6 എന്നുള്ള ഡേറ്റ് ഇവിടെ ഇപ്പോൾ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ലാസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇതേപോലെ കിട്ടും. നമ്മളിപ്പോ ജസ്റ്റ് ഒരൊറ്റ വെൻഡറിന്റെ ട്രാൻസാക്ഷൻ മാത്രം ചെയ്തിട്ടുള്ളൂ.
അതായത് ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി എക്സ്പെൻസിന്റെ പേയ്മെന്റ് ചെക്ക് വഴി കൊടുക്കാം. പിന്നെ കസ്റ്റമറുടെ റിസീപ്റ്റ് ചെക്ക് വഴി സ്വീകരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഇത്രയും ഒന്ന് ചെയ്തു നോക്കാം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ?